ങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശനേ എന്റെ ഭാരം തീർക്കാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭദിനത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ആലോചന, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം എന്നതാണ്. എഫേസ്യർ 5:1 വാക്യം. കർത്താവിനെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതായത് നാം നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവർ ആകണം. സ്വർഗീയപിതാവിൽ ഉണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1 എഫേസ്യർ 4:32 വാക്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദയയും മനസ്സലിവുമുള്ളവരായി പരസ്പരം ക്ഷമിക്കണം. ദയയും മനസ്സലിവും ക്ഷമയും ഇല്ലാത്ത ഒരു സമൂഹമായി നാം തീർന്നിരിക്കുന്നു. ഭർത്താവിനൊപ്പം ഓഫീസിലേക്ക് വരുന്നതിനിടെ ബൈക്കിൽ ബസ് ഇടിച്ച് 5-4 വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മരണ വാർത്ത നമ്മിൽ പലരും വായിച്ചിട്ടുണ്ട്. 15 മിനിറ്റോളം ഭാര്യയുടെ മൃതശരീരത്തിനരികെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന അനിൽ ഏബ്രഹാം സങ്കടത്തോടെ പിന്നെ പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചെന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഒരാൾക്ക് പോലും എൻ്റെ അരികിലെത്തി എന്നെ ആശ്വസിപ്പിക്കുവാൻ തോന്നിയില്ലല്ലോ. കാറിൽ പോയവർ പോലും എൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം വേഗത്തിൽ കടന്നു കളയുകയായിരുന്നു. നല്ല ശമരിയക്കാരൻ്റെ പ്രവൃത്തി ചെയ്യുവാനായി ഉപദേശിച്ച യേശുവിനെ പിന്തുടരുന്ന വിശ്വാസ സമൂഹത്തിൽ നിന്ന് ദയയും മനസ്സലിവും പറ്റിപ്പോയിരിക്കുന്നു. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യുക എന്ന് പഠിപ്പിക്കുകയും ലൂക്കോസ് 17:4. ആ ക്ഷമ കുരിശിലെ അതിവേദനയുടെ മധ്യത്തിലും കാണിച്ചു തരികയും ചെയ്ത കർത്താവിൻ്റെ അനുഗാമികൾ എന്ന് പറയുന്ന നമുക്ക് ഇന്ന് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട അമേരിക്കൻ ഇൻഫ്ലുവൻസറും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയുമായ ചാർലി കിർക്കിൻ്റെ ഭാര്യ എറിക്ക പറഞ്ഞ വാക്കുകൾ ക്രൂശിലെ കർത്താവിൻ്റെ വാക്കുകൾ തന്നെയല്ലേ? നമ്മുടെ രക്ഷകൻ കുരിശിൽ നിന്ന് ക്ഷമിച്ചതുപോലെ ചാർലിയുടെ ഘാതകനോട് ഞാനും ക്ഷമിക്കുന്നു. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവിൽ വിളങ്ങിയിരുന്ന ദയയും മനസ്സലിവും ക്ഷമയും ഉള്ളവരായി നമുക്ക് കർത്താവിനെ ഉയർത്തിപ്പിടിക്കാം. 2 എഫേസ്യർ 2:14-16 വരെ, അവൻ നമ്മളുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. ക്രൂശിലെ തൻ്റെ പരമയാഗത്തിൽ കൂടിയാണ് നമ്മെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ നിരപ്പിൻ്റെ വചനം ഇന്ന് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:19. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന അനേക ശക്തികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തികളെ കണ്ടെത്തി അവയില്ലാതാക്കി എല്ലാവരെയും നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് കഴിയണമെങ്കിൽ നമ്മിൽ വാഴുന്ന തിന്മശക്തികളെ തകർക്കണം. അപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷകരായി തീരുവാൻ നമുക്ക് കഴിയും. 3 എഫേസ്യർ 4:28, കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക. ശുശ്രൂഷ ചെയ്യിക്കുക എന്നതല്ല,
ശുശ്രൂഷിക്കുക എന്നതായിരുന്നു കർത്താവിൻ്റെ പ്രമാണം. ഈ പ്രമാണം അനുസരിച്ച് പ്രവർത്തിച്ച കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ചോദിക്കുന്ന വരം, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തന് നിന്റെ വലത്തും ഒരുത്തന് നിന്റെ ഇടത്തും ഇരിപ്പാൻ അനുവാദം നൽകണം. മർക്കോസ് 10:37. കർത്താവ് അതിന് നൽകിയ മറുപടി, ജാതികളിൽ അധിപതികളായവരാ കർത്തൃത്വം നടത്തുന്നത്, നിങ്ങളിൽ അങ്ങനെയരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. അത് വിശ്വാസി ശുശ്രൂഷിക്കുന്നവനാകണം. എല്ലാവർക്കും അധികാരമാണ് ആവശ്യം. ഒന്നാമനായിരിക്കണം, മഹാനായിത്തീരണം. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയാണ് എവിടെയും. ഒരു സഭയും അതിൽ നിന്ന് മുക്തമല്ല. നമ്മുടെ സഭയിൽ തന്നെ ബിഷപ്പ്മാരെ തിരഞ്ഞെടുക്കുവാൻ മോഡറേറ്റർ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓട്ടത്തിൻ്റെയും വടംവലിയുടെയും കാഴ്ചക്കാരല്ലേ നമ്മിൽ പലരും. ഒരിടത്ത് പാനലിൽ കയറുവാൻ ഒത്തില്ലെങ്കിൽ പാനലിൽ കയറുക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും വീണ്ടും പലയിടങ്ങളിൽ മത്സരിക്കുന്ന വിശ്വാസി. എല്ലാവർക്കും അധികാരം വേണം. കർത്താവ് നമ്മോട് പറഞ്ഞത് അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കണമെന്നല്ല, സേവനത്തിൻ്റെ പാതയിൽ നല്ലത് പ്രവർത്തിച്ച് അധ്വാനിപ്പാനാണ്. ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും സേവനത്തിൻ്റെ പാതയായി മിഷണറിമാർ തിരഞ്ഞെടുത്തു. സഭയോ അവയെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി ഇന്ന് വളർത്തിയെടുത്തിരിക്കുന്നു. കർത്താവെ, പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പാനുള്ള മനസ്സ് എനിക്കും തരണമേ. ആമേൻ.